തൃശൂർ പേരാമ്പ്രയിൽ ബിറ്റുമിൻ ടാങ്കിൽ അഗ്നിബാധ. പഴയ ബിറ്റുമിൻ ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നതിനിടയിലാണ് തീപിടിച്ചത്. ആർക്കും പരിക്കില്ല. അശ്വിൻ പാലാഴിയുണ്ട് തൃശൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. അശ്വിൻ, ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കീർത്തന, ഏകദേശം 3 വർഷം മുമ്പ് കുറ്റിപ്പുറത്ത് ദേശീയപാത നിർമ്മാണത്തിന് നിർമ്മിച്ച KMC കൺസ്ട്രക്ഷൻസിന്റെ ഈ നിർമ്മാണശാലയിലാണ് ഉച്ചയോടുകൂടി തീപിടുത്തം ഉണ്ടായത്. അവിടെ നിലവിൽ അതിനുവേണ്ടി ബിറ്റുമിൻ ശേഖരിച്ചു വെക്കാൻ വേണ്ടി അന്ന് നിർമ്മിച്ച ഈ ടാങ്ക് മുറിച്ചു മാറ്റുന്നതിനാണ്, അത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് മുറിച്ചു മാറ്റിയത്. അത് മുറിച്ചു മാറ്റുന്നതിനിടെയാണ് അതിൽ ശേഷിക്കുന്ന ബിറ്റുമിനിലേക്ക് തീ പടർന്നത്. അത് പിന്നീട് വലിയൊരു തീപിടുത്തമായി മാറുകയായിരുന്നു. ബിറ്റുമിൻ ആയതുകൊണ്ട് തന്നെ വെള്ളം ഉപയോഗിച്ചത് കെടുത്താനാവില്ല. പിന്നീട് ഫയർഫോഴ്സ് അതിന്റെ പ്രത്യേക യൂണിറ്റ് എത്തിച്ച് ഫോം ഉപയോഗിച്ചാണ് ഈ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രിച്ചത്. ഏകദേശം 500 ലിറ്ററിലധികം ഫോം ഉപയോഗിച്ചാണ് തീപിടുത്തം നിയന്ത്രിക്കാനായത് എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. പേരാമ്പ്രയിലെ അപ്പോളോ ടയേഴ്സിന് പിറകുവശത്തായിട്ടാണ് ഈ യാർഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോളോ ടയേഴ്സിലെ ഫയർഫോഴ്സും അവരുടെ ഫോം സംവിധാനം കൂടി അടിയന്തരമായി തന്നെ അവിടേക്ക് എത്തി. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഈ തീ നിയന്ത്രണ വിധേയമാക്കാനായി എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആളുകൾക്കൊന്നും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. മറ്റ് 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ അണച്ചത് എന്നും ഫയർഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. കീർത്തനം. അശ്വിൻ പാലാഴിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.